സോറി തലേന്ന് അത്രയും മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ സിറ്റുവേഷൻ ട്രിഗർ ആകുമ്പോൾ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതാവും ബ്രോ. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ അതിനെ പറ്റിയാ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് വേഴ്സ് ആവണ്ടെന്ന് വിചാരിച്ച് ഷമീർ സോറി പറഞ്ഞു. ശരി, ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ അമ്പത്തൂരിന് അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്പത്തൂരെ അണ്ണ എനിക്ക് അന്നേരം മുട്ടാൻ ബാഡായി, ഞാനിത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, അണ്ണനോട് പെട്ടെന്ന് വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി വിട്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഇതാക്കി. എന്നിട്ടും ഇതിനെപ്പറ്റി ഒരു വാക്ക് ഇന്നത്തെ ലൈവിലല്ലാതെ ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇത് സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ ആരെ പറ്റി ഇതിന്റെ പേരിൽ ഷമീറിനെ കൊണ പറയാനോ, എനിക്ക് ഈ ഒറ്റ ക്ലിപ്പ് മതിയായിരുന്നു അടുത്ത ദിവസം വന്നിട്ട് ഷമീറിന്റെ അടുത്ത് ഷമീറിനെ പറ്റി ഇരുന്ന് അവരാധിക്കാനും ഷമീറിനെ പറ്റി അത് പറയാനും ഇത് പറയാനും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞടാ, ഇനി എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സിറ്റുവേഷൻ ആയിട്ട് എടുത്ത് സോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞപ്പം ഇതിന്റെ കൂടെ എൻ്റെ കൂടെ VC-യിൽ വന്ന് മിസ്റ്റേക്കുകളൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾ, അതായത് നമ്മുടെ സൈഡിൽ നിന്നുണ്ടായതും അവരുടെ സൈഡിൽ നിന്നുണ്ടായതുമായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ അഡ്മിറ്റ് ചെയ്ത ആളാണ് ഷെയ്ക്ക്. ഷെയ്ക്കിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ കണ്ടു. ഇത് നോക്കിക്കോ, ഞാൻ കണ്ടു. അമ്പത്തൂരിന്റെ സംസാരമൊക്കെ ഞാൻ കേട്ടു. എന്താ പറയുന്നത്? എന്താണ് അവസ്ഥ? RP ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ആ ഒരു ടൈപ്പ് ഓഫ് സംസാരം അമ്പത്തൂരിനെ വേണ്ടിയിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും അമ്പത്തൂരിന് ആ സംസാരം വേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാങ് ഡ്രസ്സ് ഇട്ട് ഗ്യാങ് വണ്ടി വന്ന് TV ആണെന്ന് അറിഞ്ഞിട്ടും ആ സംസാരം എന്തിന്? ഇത് എന്തൊരു ഇടങ്ങാറാ ഇത്. 39 ഷമീർ എടുത്തു എന്ന് എന്തുകൊണ്ട് ഷെയ്ക്ക് പോലും ചോദിച്ചില്ല? അവിടെയും കുറ്റം അമ്പത്തൂരിന്. അവിടെയും കുറ്റം അമ്പത്തൂരിനാണ്. അമ്പത്തൂർ MRC ആണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും സംസാരിച്ചെന്ന്. ഇതിന് ഞാൻ എന്ത് പറയണം? ഇതൂടെ കണ്ടപ്പോഴത്തേക്കിന് ഗൈസ് എനിക്ക് ഏകദേശം കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ ഇരുന്ന് സംസാരിച്ച ആ ഒരു റെസ്പെക്റ്റ് കൂടെ എനിക്ക് അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പോലും ഞാൻ എന്നിട്ടും ഇതൊന്നും സംസാരിക്കാനും പറയാനും ഞാൻ വന്നില്ല. ഞാൻ പറഞ്ഞു എന്തിനാ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണേ, എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. സംസാരിച്ച് തുടങ്ങിയ ഇത് വേറെ എങ്ങോട്ടേലും പോവും എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് വേണ്ട, സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഇതാക്കി. ആൻഡ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നൊക്കെ ഷമീർ ആയിക്കോട്ടെ, റാംബോ ആയിക്കോട്ടെ, ആരൊക്കെ RP-യിൽ എൻ്റെ അടുത്ത് വന്നാലും, അല്ല എൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം ഒരു സിറ്റുവേഷൻ ചെയ്താലും അപ്പം തുടങ്ങും, ഓൺ ദ മൊമെന്റിൽ തുടങ്ങും ചാറ്റിൽ കൊട്ട ചട്ടി അണ്ടി എന്ന് പറഞ്ഞിട്ട്. സെയിം സൈഡ് ഇപ്പുറത്ത് എൻ്റെ ചാറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. എൻ്റെ ചാറ്റിനെ ഞാൻ വാൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. എൻ്റെ ചാറ്റിനെ ഞാൻ വാൺ ചെയ്യാറുണ്ട്. എൻ്റെ ചാറ്റിൽ MRC-യുടെ ആൾക്കാരെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും സ്കിപ്പ് എന്ന്. ഞാൻ അന്നേരം ഇവരെ വഴക്ക് പറയാറുണ്ട്. എൻ്റെ ഓഡിയൻസിന് ഞാൻ ചീത്ത പറയുകയും വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാണുന്നവർക്കറിയാം. ബാക്കി ബ്രോ ഇവിടെയും വരാറുണ്ട്. ഞാനത് വായിക്കാറില്ല, മനസ്സിലായോ? ഇവിടെ വരുന്നത് ഞാൻ വായിക്കാറില്ല. അതായത് ഈ MRC-യിലും ഈ TV-യിലും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആടെ പോയിട്ടും, അതായത് ഈ ഒരു ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ MRC-ക്ക് ഒരു 20,000 ഓഡിയൻസ്, അല്ലെങ്കിൽ അത് ഓൺ ടൈമാണ് ഞാൻ പറയാം. MRC-ക്ക് ഒരു 20,000 ഓഡിയൻസ്, TV-ക്ക് ഒരു 20,000 ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇതിൽ പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്, മനസ്സിലായോ? ഒരു 5,000 പേരോ ഒരു 100 പേരോ അത്രയും ഉണ്ടാവും. ഇവരുണ്ട്. ഇത്രയും പേര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ അവിടെ പോയിട്ട് വടി ഉണ്ടാക്കും, ഇവിടെ പോയിട്ട് വടി ഉണ്ടാക്കും. ഇതൊരു 6 വർഷമായിട്ട് സ്ട്രീം ചെയ്യുന്ന ഒരാൾക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായോ? അതെന്തിനാ അങ്ങനെ ആയിട്ട് കാണുന്നത്? അങ്ങനത്തെ ആൾക്കാരുണ്ട്. അത് ഇവിടെ വരാറുണ്ടല്ലോ, എൻ്റെ ചാറ്റിൽ വരാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈകളുമായിട്ട് ഞാൻ RP ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ വരാറുണ്ട്. ഞാൻ ഇത് ശ്രദ്ധിക്കാറില്ല, മനസ്സിലായി? ഞാനത് വായിക്കാറില്ല. ഞാൻ ഇപ്പോഴും ഈ ലൈവ് തുടങ്ങിയിട്ട് ഇവിടെ വരുന്ന ഓരോ കാര്യം, ഇവിടെ വരുന്ന എന്തെല്ലാം ഇപ്പൊ ചാറ്റ് നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും. ഒറ്റ കാര്യം ഞാൻ ഇവിടെ വായിക്കുന്നില്ല, മനസ്സിലായോ? എനിക്കത് വായിക്കാൻ താല്പര്യമില്ല, മനസ്സിലായോ? കാരണം വേറൊരാളെ ഇത് അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വായിക്കാറുമില്ല. അതുപോലെ തന്നെയാണ് ഈഗിളിനും വരുന്നത്. ഈഗിൾ വായിക്കുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ എടുത്തു പറഞ്ഞാൽ നമ്മൾ മാത്രം ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ മാത്രം ഇങ്ങനെ വലിയ സംഭവം ആകുന്നു എന്നിങ്ങനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ. ഇത് നമ്മളും ചെയ്യാറുണ്ട്. നമ്മളെ ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യാറുണ്ട്. നമ്മൾ പക്ഷെ ഇത് ഇങ്ങനെ പബ്ലിക്കലി വന്ന് ഇങ്ങനെ പറയാറില്ല എന്നേ ഉള്ളൂ. നമുക്ക് അതിന് താല്പര്യമില്ല, മനസ്സിലായോ? പുറത്തുനിന്നുള്ളവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാണുന്നവർക്കറിയാം. ഞാൻ അവരോട് ഇങ്ങനെ പറയും 6 കൂടെ RP ചെയ്യണമെന്ന് എൻ്റെ ഇഷ്ടമാണ്, നീയൊന്നും എന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ ലൈവ് കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിനോട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ലൈവുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം കൂടെ,
ഈ അപ്പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി ലൈവ് കാണാറില്ല. ഞാൻ അവിടെ പോയിരുന്ന് ലൈവ് കാണാറില്ല, കുടുംബശ്രീ ആക്കാറില്ല. നിങ്ങൾ കുടുംബശ്രീ ശാന്ത അണ്ടി എന്നൊക്കെ പറയണതിൽ ഒരു കാരണമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങി. പിന്നീട് കാണാറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഷെയ്ക്കിന്റെ ലൈവും എന്റെ ലൈവും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഇത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരാൾക്ക് പറയാൻ വേണ്ടി പറ്റും? മനസ്സിലായോ? നോക്കട്ടെ. ഇവരുടെ കൂടെ RP ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഇവർ ചാറ്റിന്റെ അടുത്തൊന്ന് കൺട്രോൾ ചെയ്യാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. കാരണം ഞാൻ അത് ചെയ്യുന്നതുകൊണ്ട് തിരിച്ചെനിക്ക് അങ്ങനെ അത് കിട്ടാറില്ലായിരുന്നു. MRCന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ TVന്റെ ഓഡിയൻസിനെ പോലെ ഉള്ള ഓഡിയൻസ് അല്ല. മനസ്സിലായോ? ഇവരെന്ന് പറഞ്ഞാൽ ഉള്ളത് അവർക്ക് തോന്നുന്ന എന്താണോ അവരത് പറയും. മനസ്സിലായോ? ഇവർക്ക് തോന്നുന്ന എന്താണോ ഇവരത് പറയും. അത് നമ്മളത് കുറെ കാലം കൊണ്ട് കണ്ടുവരുന്നതാണ്. ഇത് പെട്ടെന്ന് TVയേക്കോ അല്ലെങ്കിൽ ഈഗിളിനോ അത് കാണാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളോട് പേഴ്സണലി പറയണോ, എനിക്ക് ഇങ്ങനെ RP ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതാക്കില്ല. ഞാൻ ഇതുവരെ എന്തെങ്കിലും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും ഈഗിളിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ എന്നിട്ടും ഒരു മൈന്യൂട്ട് ഓഡിയൻസിനെ, എനിക്ക് ഉണ്ടായിരുന്ന ഓഡിയൻസിന്റെ അപ്പുറത്തോട്ട് വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈന്യൂട്ട് ഓഡിയൻസിനെ ഞാൻ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ അവിടെ പോകുമ്പോൾ കൊട്ട ചട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്പാം ചെയ്തിട്ട് പോലും പിന്നീട് ഇവര് വരുമ്പോൾ എനിക്ക് ബ്രോ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ മൈന്യൂട്ട് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ, അതായത് ഇത് ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ എന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ മൂവാണ്. അതായത് MRCക്ക് ഓഡിയൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു വേറെ രീതിയായത് മൈന്യൂട്ട് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഞാൻ RP തുടങ്ങിയ സമയത്ത്, അതായത് ഞാൻ ഇപ്പോൾ ലീഡർ ആയിക്കൊണ്ടാണ് എൻ്റെ RP വ്യൂവർഷിപ്പ് കുറഞ്ഞത്. അതെനിക്ക് നല്ല പോലെ അറിയാം. ഞാൻ RP കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈഗിളിനുണ്ടായ അതേ വാച്ചിങ് അല്ലെങ്കിൽ അതിനെക്കാട്ടി മുകളിലുള്ള വാച്ചിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊന്നും ഈഗിളിന് ഇത്രയാണോ വാച്ചിങ്, എനിക്ക് ഇത്ര വാച്ചിങ് ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഈ സ്വയം പൊങ്ങാൻ വേണ്ടി ഞാൻ നിൽക്കാറില്ല. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ അതിൻ്റെ താല്പര്യമില്ല. കാരണം ഇതെല്ലാം എപ്പം വേണമെങ്കിലും മാറാം, അങ്ങോട്ടാവാം ഇങ്ങോട്ടാവാം. ഇത് എന്താ എനിക്ക് ഇത്ര വാച്ചിങ് ഉണ്ട്, നിങ്ങൾക്ക് ഇത്ര വാച്ചിങ് ഉണ്ടാ, ഈ പരിപാടി നമ്മൾ ചെയ്യാറില്ല. നമ്മൾ അത് ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ്. മനസ്സിലായോ? ഇവരുടെ കൂടെ RP ചെയ്യാനുള്ളൊരു മടുപ്പായി തുടങ്ങി. ഞാനപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കൊരു ഹെയ്റ്റ് വരാത്ത രീതിയിൽ ഞാൻ ഒഴിവാക്കും. അതായത് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിൽ എൻഗേജ്ഡ് ആയിരിക്കും, ഞാൻ എന്തെങ്കിലും ഒരു ഇതായിട്ട് മാറി ഞാൻ ഇതുപോലെ പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നിട്ടും എൻ്റെ ലാസ്റ്റ് ലൈവ് വരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് വേണമെങ്കിൽ ഷമീർ ഒരു RP ആയിട്ട് വിളിച്ചായിരുന്നു ഞങ്ങളൊരു ഗ്യാങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത്. എന്നിട്ട് ലൈനപ്പ് ഇട്ടിട്ട് സിറ്റിയിൽ നിന്ന് ഇറങ്ങാതെ ഷമീറിനോട് സംസാരിക്കാൻ വേണ്ടി വണ്ടി എടുത്ത് വാർ പോലും കളിക്കാണ്ട് ഞാൻ വാറിന് പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഷമീറിന് റെസ്പെക്ട് കൊടുത്ത് ഞാൻ ഫോൺ വിളിച്ച് പോയിട്ടുള്ള ആളാ. എനിക്ക് MRCയോട് കൺസേൺ ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം ബ്രോ? എനിക്ക് MRCയോട് ഈഗോ ആണെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം? ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ചാറ്റിലുള്ള അപരാധികളെല്ലാം കൂടി ഇങ്ങനെ ഇരുന്ന് ഈ പറയണതുപോലെ ഇതുമാക്കിയിട്ട് മെമ്പേഴ്സ് അത് കൺട്രോൾ ചെയ്തിരുന്നപ്പോൾ എനിക്ക് നല്ല ബാഡ് അടിച്ച്. അതിൻ്റെ കൂടെ വിത്തൗട്ട് എനി റീസൺ ഈ പറയുന്ന സിറ്റിയിലെ സിറ്റുവേഷൻസിനൊക്കെ കുറെ അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് IRL തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും മെസ്സേജും വൈഫിന്റെ അക്കൗണ്ടിൽ മെസ്സേജ് വരാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഞാൻ അവളോടൊക്കെ പറഞ്ഞു, അവളുടെ അടുത്ത് കുറെ വട്ടം ചോദിച്ചു, അടുത്ത് സ്റ്റോറി ഇടട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, നീ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം, നീ എൻ്റെ വൈഫായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ എപ്പോഴും പറയാനുള്ള കാര്യമില്ലേ ഗൈസ്, ഈ പറയണ ഫ്രസ്ട്രേഷൻ മണ്ടയ്ക്ക് തീർക്കും. അവൾക്കൊരു PC മേടിച്ചു കൊടുക്കാൻ ആവതില്ലാത്തവനൊന്നും അല്ല ഞാൻ. എനിക്ക് തന്നെ ഉണ്ട് 4 എണ്ണം. അപ്പൊ എനിക്ക് പറഞ്ഞാൽ അവൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും മറ്റേ ആവതില്ലാത്തവനാണോ ഞാൻ? ഒന്ന് മൂത്രയിക്കട്ടെ, ഒരു മിനിറ്റ്. എനിക്ക് PC മേടിക്കാൻ QR ഇടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, എനിക്ക് എൻ്റെ തന്നെ 4 എണ്ണം ഉണ്ട്. ഞാൻ അവളുടെ കൊടുക്കാത്ത, അവളെ RP കളിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയണ ആൾക്കാരൊക്കെ വന്ന് ഫ്രസ്ട്രേഷൻ അവളുടെ മണ്ടയ്ക്ക് തീർക്കും. അല്ലാതെ ഞാൻ കളിക്കുന്ന സാധനം മോശമാണ് എന്നുള്ളൊരു സാധനത്തിലല്ല, അവളുടെ മണ്ടയ്ക്ക് തീർക്കും. എന്നെ പോലെ ഉള്ള മൈൻഡ് സെറ്റ് അല്ല അവൾക്ക്. അവൾ ചിലപ്പോൾ ഇരുന്ന് മോങ്ങി ഡൗൺ ആയി ഇരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു കൊച്ചുണ്ട്,
ഈ ഗ്യാങ്ങിന്റെ കാര്യം അല്ലെങ്കിൽ RPയുടെ കാര്യത്തിലോ അവള് ഡൗൺ ആയിട്ടിരുന്നിട്ട് മൈൻഡ് ഫക്ക് ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ആവുമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇവളുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ മെസ്സേജ് വരുമ്പോഴും ഞാൻ പറയണത് എടാ അതിപ്പം ഞങ്ങൾ MRC ആയിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമായിരിക്കുക, ഇമ്മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ ഈ പറയണത് പോലെ വെളിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതിൻ്റെയൊക്കെയാണ് നീ അത് കാര്യമാക്കേണ്ട, ഇഗ്നോർ ചെയ്ത് വിടെന്ന് പറഞ്ഞിട്ട് അതും ഇഗ്നോർ ചെയ്ത് വിട്ട്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ടോട്ടലി ബാഡ് അടിച്ചു തുടങ്ങി. ഞാനായിട്ട് എന്തിനാണ് ഇനി അതിനകത്തോട്ട് പോകുന്നത്, ഇനി ഇവരുടെ അടുത്ത് പോയിട്ട് വെറുതെ ഇത് കേൾക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഈ പറയണത് പോലത്തെ സ്പാം വരും. എനിക്ക് ഈഗോ ആണ്, എനിക്ക് അണ്ടിയാണ്, ഇതാണ്. നിങ്ങൾക്ക് ഈ MRC ഓഡിയൻസിന് അറിയാത്ത ഒരു സത്യോടെ പറഞ്ഞുതരാം. ഈ ഷമീറിന്റെ ക്ലിപ്പുകൾ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ഈ സിറ്റുവേഷൻസ് കാണാൻ പോയപ്പം ഞാൻ നോക്കുമ്പോൾ GTA വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അതായത് SFX സൗണ്ട് സംസാരിക്കുന്ന സമയത്ത് ഓഫ് ആവുന്ന, അതിന്റെ സൗണ്ട് കൂട്ടിയിട്ടാൽ മാത്രമേ അത് വരുള്ളൂ. ഷമീർ 2 മാസമായിട്ട് അതില്ലാതെയാണ് ലൈവ് ചെയ്യുന്നത്, മനസ്സിലായ? എനിക്കിത് കണ്ടപ്പോൾ വിഷമം വന്നിട്ട് ഞാൻ മാക്കിനെ വിളിച്ചിട്ട് ഇതൊന്നും ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറയണം, പബ്ലിക്കലി വന്ന് പറയണം. ഇതൊന്നും ഈ എഫേർട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്ന്. എനിക്ക് എന്താ ആവശ്യമുണ്ടാ ഈ ഇവന്റെ ലൈവിനകത്ത് ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ? ഞാൻ എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്കെ അതൊന്ന് ചെയ്തു കൊടുക്ക്, ഷമീറിന് അത് അറിയത്തില്ലായിരിക്കും, അതൊന്ന് ചെയ്തു കൊടുക്ക്, ഇത് ഇന്ന സാധനമാണ് സെറ്റിങ്സിലുണ്ട്, ഇതൊന്ന് സൗണ്ട് കൂട്ടി വെച്ചാൽ അത് സെറ്റ് ആവുമെന്ന്. അന്നേരം മാക്ക് എന്നോട് പറഞ്ഞു ഈകളെ ഞാനും അത് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ അത്രയും 10-35 മെമ്പേഴ്സ് ഉണ്ടായിട്ട് 2 മാസമായിട്ട് അവൻ ലൈവ് ചെയ്തിട്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല ആരും, ഒരു മെമ്പേഴ്സ് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അവന്റെ POV കണ്ടപ്പോൾ എനിക്ക്, കാരണം അവന്റെ POVക്കകത്ത് ഈ പറയണത് പോലെ എന്തെങ്കിലും സൗണ്ട് വരുമ്പോൾ SFX സൗണ്ട് വരുമ്പോൾ അതില്ല, വോയിസ് ആയിട്ട് മാത്രം ഉള്ള. ഞാൻ ഇത് പോയി പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ഞാനിത് മാക്കിനോട് പറഞ്ഞു അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കടാ എന്ന് വരെ പറഞ്ഞതിന്റെ അടുത്ത ദിവസമാണ്, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ ഈ ട്രിഗർ ആയിട്ട് ലൈവ് വരുന്നത്. അത്രയും കമ്മിറ്റ്മെന്റ് കാണിച്ച് നിൽക്കുന്ന എൻ്റെ അടുത്ത് എന്നെ എല്ലാ രീതിയിലും കമന്റ് സെക്ഷനിലും ബാക്കിയുള്ളിടത്ത് എല്ലാം ഇവരുടെ അടുത്ത് ഈഗോയും അണ്ടി എന്ന് പറഞ്ഞ് സ്പാം ചെയ്ത് കൊട്ടയെന്നും ചട്ടിയെന്നും എല്ലാം അണ്ടി. ഒരു സിറ്റുവേഷൻ ആവുന്നതിന് മുമ്പ് സിറ്റുവേഷൻസ് ആയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഇപ്പോഴും പറയാമല്ലോ ഗൈസ്, സിറ്റിയിൽ സിറ്റുവേഷൻ ആയാലും ഞാൻ പരുന്തുവാസമായിട്ടേ ബിഹേവ് ചെയ്യത്തുള്ളൂ. അതിന് വേറെ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് ടോപ്പ് പ്രയോറിറ്റി. അതിന്റെ അർത്ഥം എനിക്ക് MRCയോട് ഈഗോ ആണ്, ഇവർ പൊങ്ങി വരുന്നു, അതിനോടൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കോമ്പറ്റീഷൻ ആവുമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ആയിട്ടില്ല, തോന്നിയിട്ടില്ല. ഈ കമ്മിറ്റ്മെന്റ് കാണിച്ചു നിന്ന ഞാൻ എനിക്ക് ഇവരുടെ സൈഡിൽ നിന്ന് ഓരോ ഇതിലും ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മറ്റേ കുടുംബശ്രീ ശാന്ത കളിക്കരുത്, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രശ്നം കാണാനല്ല നിങ്ങളുടെ ലൈവിൽ വന്നേ. നിങ്ങളുടെ ലൈവിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട്, അതിനകത്ത് ഷെയ്ക്കിന്റെ ലൈവിൽ ആ ക്ലിപ്പ് ഉണ്ട്, അത് കാണാനാണ് വന്നത്. അതായത് ഷെയ്ക്ക് പറയുന്നുണ്ട് നമ്മൾ KVA ഓഡിയൻസിന്, അത് ഒരു വട്ടമല്ല, ഈ ഇടയായിട്ട് എനിക്ക് തോന്നുന്നു ഷെയ്ക്കിന്റെ ഒരു ഇത് വെച്ചിട്ട് പറയുവാണ് ഞാൻ ആണെങ്കിൽ, ഷെയ്ക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഈ പറയണത് പോലെ ഹെയ്റ്റ് കുറെ കിട്ടി, TVAക്കും ഇതിനും വേണ്ടിയിട്ട് സംസാരിച്ച് നമ്മുടെ കുറെ ഓഡിയൻസ് പോയി, നമ്മുടെ കുറെ മെമ്പേഴ്സിന് ബാഡായി. ഷെയ്ക്ക് തന്നെ പറയുന്ന ക്ലിപ്പുണ്ട്, അതായത് ഇവര് നമ്മുടെ മെമ്പേഴ്സ് പറയുന്നതിലും കാര്യം ഉണ്ടടാ, ഇവന്മാരെ ആരെയും താങ്ങിയൊന്നും നിൽക്കേണ്ട എന്നൊക്കെ. ഇത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ലൈവുകളിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഈ ലൈവ് കാണാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഷെയ്ക്ക് ഇരുന്ന് അവരുടെ സ്വന്തം ലീഡർ അവർക്ക് ഹെയ്റ്റ് കൊടുക്കുന്നു ലൈവിൽ ഇരുന്ന് പറയുന്നത്. ഞാൻ കേട്ടപ്പോൾ ഇതെന്ത് ഇവര് ഒരു ഗ്യാങ് കളിക്കുന്നവരല്ലേ എന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മനസ്സിലായോ? അന്നേരം ഷെയ്ക്ക് പറയാണ് ഷമീർ നമുക്ക് ഹെയ്റ്റ് തന്നു, അത് ഇങ്ങനെ പറയണം. അപ്പൊ എനിക്ക് അവരുടെ യൂണിവേഴ്സിലെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവരുടെ യൂണിവേഴ്സിലെ പ്രശ്നം എനിക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഷെയ്ക്കിന്റെ POVയിൽ കാണാൻ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് അടിച്ചു കളഞ്ഞോണ്ടിരിക്കുക. നമ്മളെ പറയുന്ന പോർഷൻ എവിടെയാണ് എന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ അടിച്ചോളാം. ഞാൻ എന്തോ ഒരു ഡിസ്കോഡില് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ക്ലിപ്പ് മാത്രമേ കണ്ടത്. ഇത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അടിച്ചു കളഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇവര് തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് നടക്കുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ദേഷ്യം ആ സമയത്ത് ട്രിഗർ ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ആദ്യം നീയും ലീഡറും തമ്മിലുള്ള പ്രശ്നം തീർക്കണം, എന്നിട്ട് പോലെ നമ്മളുമായിട്ടുള്ള പ്രശ്നം തീർക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് ഷമീർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഷമീറിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഷമീറിന്റെ ലൈവാണ് രാപ്പകലില്ലാതെ കണ്ട് ഉറങ്ങണത്,
എനിക്ക് കഴിക്കുമ്പോഴും കക്കൂസി പോകുമ്പോഴും എല്ലാം പുള്ളിയുടെ ലൈവ് ഓപ്പൺ ചെയ്ത് വെച്ച് കണ്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുള്ള രീതിയിലാണ് ഷമീർ പറഞ്ഞിട്ട് ഷമീർ ഒരു പേരും കൂടി ഇങ്ങനെ ഇട്ട് തന്നു, കുടുംബശ്രീ എന്നോ കുടുംബശ്രീ ശാന്തയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കോ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് സംസാരിച്ച് ഇതൊക്കെ ആക്കിയിട്ടും ഇത്രയൊക്കെ കമ്മിറ്റ്മെന്റോട് കൂടി ഞാൻ MRC മെമ്പേഴ്സിനോട് ഓഫ്ലൈനിൽ നിന്നിട്ടും എൻ്റെ അടുത്ത് മാക്കും ഷെയ്ക്കും വന്ന് ഈകളെ എന്ത് സജഷൻ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ക്ലിയർ ഇതായിട്ട് പറയാം എന്ന് പറഞ്ഞ് സംസാരിച്ച് വെച്ചിരുന്ന ആൾക്കാരോട് ഇത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഈ പറയുന്ന കോ ലീഡേഴ്സിന്റെ ചാറ്റ് വരെ ഞാൻ ഇടയ്ക്ക് ലൈവ് കണ്ടിട്ട് ഞാനിപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് ഞാൻ ഇവരുടെയൊക്കെ ലൈവ് ഈ പറയണത് പോലെ ഞാൻ ചെക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ട്രീറ്റ് ചെയ്തതുപോലെ അല്ല സത്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ ഇവര് ഞാൻ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ ഓക്കെ ഷെയ്ക്കും ഞാനുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമ്മൾ സോർട്ട് ചെയ്തോളൂ. അതിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാള് അതും പറഞ്ഞത് ഓക്കെ ഈ പറഞ്ഞ പോലെ ഈകള് വന്നിട്ട് പറഞ്ഞത് നോർമലി നിൽക്കുമ്പോൾ നോർമൽ ഒരു ഇതിലാണ് ഈ പറഞ്ഞ പോലെ ഷെയ്ക്കും മാക്കുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലേ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ അല്ല ഷെയ്ക്കും ഷമീറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെ. ഇത് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഈകളെ, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇത് പറഞ്ഞതിനെല്ലാം എന്താ പറയുക ഒരു 20 minutes 30 minutes ഓഫ് റേജാണ് ഞാൻ അവിടെ കണ്ടത്. മനസ്സിലായോ? എൻ്റെ അടുത്ത് ആയിക്കോട്ടെ നമ്മളെ MRCൻ്റെ അടുത്ത് ആയിക്കോട്ടെ തൊപ്പീൻ്റെ അടുത്ത് ആയിക്കോട്ടെ ഈ 30 minutes ഓഫ് റേജാണ് ഞാൻ അവിടെ കണ്ടത്. മനസ്സിലായോ? റേജ് ആൻഡ് ഫ്രസ്ട്രേഷനാണ് ഞാൻ അവിടെ കണ്ടത്. അതായത് എന്താ ഷെയ്ക്കും ഷമീറും തമ്മിൽ പ്രശ്നമുണ്ടല്ലോ, ഇവരെ പ്രശ്നം തീരട്ടെ. ഇത് പറഞ്ഞത് ഷെയ്ക്കും ഷമീറും പ്രശ്നമുണ്ടല്ലോ, ഇവരെ പ്രശ്നം ആദ്യം തീരട്ടെ. ഇങ്ങനെ അല്ലല്ലോ അത് പറഞ്ഞത് വേറെ രീതിയിലാണല്ലോ. അതിൻ്റെ മുഖഭാവം എന്താണെന്നും ആ പറയുന്ന ടോൺ എന്താണെന്നും കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് അത് പറയുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ തൊപ്പീനെ കുറിച്ച് പറഞ്ഞത് അതിൽ ഞാൻ ഇടപെടുന്നില്ല. ബാക്കി നോക്കട്ടെ. തിരിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യണത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത് തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഒരാൾ ഇത് പബ്ലിക്കലി വന്ന് നമ്മളെ പ്രശ്നം അങ്ങനെ ഇതാക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. തേർഡ് പേഴ്സൺ ഇതിൽ ഞാൻ ഇപ്പോൾ TV-യിൽ എന്തെല്ലാം പ്രശ്നം നടക്കുന്നു നമുക്ക് അറിയാത്തതുകൊണ്ടൊന്നല്ല. TV-യിൽ എന്തെല്ലാം പ്രശ്നം നടക്കുന്നു ഉള്ള കാര്യം ഞാൻ ലൈവ് വന്നിരുന്ന് ഞാൻ പറയുന്നുണ്ടോ ഇത് ഈകളും ഇവനുമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, ഞാൻ പേരൊന്നും പറയില്ല, ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ ഇവർ തമ്മിൽ എന്താ ഇഷ്യൂവോ ഇതിങ്ങനെ അല്ല ഇങ്ങനെ പറഞ്ഞ് ഞാൻ അപരാധിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നില്ല. ഞാൻ അതിൽ കെയറിങ് അല്ല, ഞാനത് നോക്കുന്നില്ല. എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ കാര്യം നോക്കുക, നമ്മളെ ഇതിൽ പോകാന്നല്ലാണ്ട് ഞാൻ അതിൽ ഇടപെടാറില്ല. മനസ്സിലായോ? ഞാൻ അതിൽ ഇടപെടാറില്ല. അതിപ്പോൾ നമ്മളെ വന്ന് അപരാധിക്കുമ്പോൾ നമ്മളിത് കേട്ടുകൊണ്ട് നിൽക്കണം എന്നാണോ പറയുന്നത്? തൊപ്പിയെ കുറിച്ച് പറഞ്ഞാലും നല്ലതാണെന്നാണോ പറയുന്നത്? അത് വെളുപ്പിക്കാനാണ് ഇത്രയും പറയുന്നത്. നമുക്ക് മനസ്സിലാകുന്നില്ല. നോക്കട്ടെ. വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവിലാണ് എൻ്റെ ലൈവ്, ഞാൻ ലൈവ് നടക്കുമ്പോൾ പുള്ളി എൻ്റെ ലൈവ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കുടുംബശ്രീ വഴക്ക് കാണാൻ ആദ്യം വന്നത് ആരാ? അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കുടുംബശ്രീ കാണാൻ വന്ന ആരാന്ന് ഞാൻ പറഞ്ഞറിയില്ലേ. അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത് അതായത് ഇപ്പുറത്തെ വീട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2 വീടുണ്ട്. ഒരു വീട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് എത്തി നോക്കിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ജനലിലൂടെ വന്ന് എത്തി നോക്കിയിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് അതിനെ തെറി വിളിക്കുകയും അതിലില്ലാത്ത പോലും ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് അപരാധം പറയുകയും അതിനെക്കുറിച്ച് അപരാധിക്കുകയും ചെയ്തത് അങ്ങോട്ട് പോയിട്ട് എന്തിനാ നമ്മൾ പറയുന്നതെന്ന് നമ്മൾ പോയി നോക്കിയതാണോ കുറ്റം? അതാണോ കുറ്റം? അതെന്തൊരു ലോജിക്കാന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങോട്ട് വന്ന് നമ്മളെ ചൊറിഞ്ഞിട്ട് നമ്മളെ കുടുംബത്തിൽ എന്തെല്ലാം നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് അപ്പുറത്ത് പോയിട്ട് പറയാൻ വേണ്ടി നോക്കിയത് ആ പറയാൻ പോയ എന്താണ് പറയുന്നതെന്ന് നമ്മൾ നോക്കാൻ വന്ന ഇപ്പം കുറ്റം. അതെന്ത് ലോജിക്കാ? എനിക്കത് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ലോജിക്ക് എന്താ? ഇങ്ങോട്ട് വന്ന് നമ്മളെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അപ്പുറത്ത് വന്ന് നമ്മളെ തെറി വിളിക്കുമ്പോൾ നമ്മളത് നോക്കിക്കൊണ്ട് നിൽക്കണോ? തെറി വിളിച്ചോ, നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയിട്ട് നമ്മളെ സീക്രട്ടും നമ്മളെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോയതല്ലേ. അപ്പം നിങ്ങൾ അവിടെ വന്ന് അപരാധിച്ചോ, നമ്മളത് കണ്ടുകൊണ്ട് നിൽക്കാം. ഓക്കെ, അയ്യോ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാൻ വേണ്ടി നമുക്ക് പറ്റൂല. ഇതെന്താ ഇങ്ങോട്ട് വന്ന് നമ്മളെടുത്ത് വന്ന് നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് അപരാധിക്കുക? അതും അപരാധം എന്ന് പറഞ്ഞാൽ പക്ക ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. അത്രയും അപരാധങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആടെ പറഞ്ഞിട്ട് അത് നമ്മൾ നോക്കിയത് തെറ്റാണെന്നോ? അതിന്റെ ലോജിക്ക് എന്താ? ഇത് ആരെയും മണ്ടന്മാരാക്കുന്നേ? പുള്ളിയാണ്, ഷമീറാണ് വന്നത്. അപ്പൊ ഷമീറിനല്ലേ ഷമീറല്ലേ ശരിക്കും അയൽക്കൂട്ടം? ബ്രദർ പുള്ളിയുടെ ലൈവിൽ എന്റെ ലൈവിൽ ഇരുന്ന് റിയാക്ട് ചെയ്ത് ബ്രോ ലോജിക്കില്ലാണ്ട് സംസാരിക്കണ്ടല്ല. ഞാൻ ഇപ്പൊ എന്തിനാ ഞാൻ ഇന്നേ വരെ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇന്നേ വരെ ഈഗിളുടെ ഇതെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടോ? ഈഗിളുടെ DC റിയാക്ഷൻ ചെയ്യുന്ന തന്നെ ഞാൻ കുറവാ.
രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്നേ വരെ ഈഗിളിന്റെ ലൈവ് കയറി നോക്കി അതിലെന്താ നടക്കുന്നതെന്ന് ഞാൻ ഇന്നേ വരെ അങ്ങോട്ടേക്ക് എത്തി നോക്കാൻ പോയിട്ടുമില്ല. ടി വിയിൽ ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളോ ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ലൈവിൽ പറയാറുമില്ല. എനിക്കത് പറയാൻ താല്പര്യവുമില്ല. മനസ്സിലായോ? ഞാനത് പറയാൻ നിൽക്കാറില്ല. നിങ്ങൾ വന്ന് നമ്മളെ കാര്യങ്ങൾ ചോർത്തി അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ കണ്ടിട്ട് അപ്പുറത്ത് പോയിട്ട് നിന്ന് അപരാധിക്കുമ്പം ഞാനിത് കണ്ടുകൊണ്ട് എന്നാൽ പിന്നെ ഇത് കണ്ടേക്കാം, കണ്ടിട്ട് ഞാൻ വായും കൂട്ടി കുനിഞ്ഞ് നിന്നോടത്ത് ഞാൻ പോയേക്കാം. എനിക്കത് അറിയില്ല, എനിക്ക് അങ്ങനെ കുനിഞ്ഞ് നിന്ന് പരിചയമില്ല. മനസ്സിലായോ? ഞാൻ വരുന്ന MRC എന്നാണ്. അപ്പോൾ അവിടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളോട് ആരും കുനിഞ്ഞ് നിൽക്കാൻ പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? പുള്ളി എന്റെ ഫുൾ ലൈവ് ഇരുന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് ഒരാൾ അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയുമ്പോൾ നമ്മളത് കാണണ്ടേ? എന്തൊരു സിമ്പിൾ ലോജിക്കാണിത്. നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് പറയുമ്പോൾ നമ്മളത് കാണാൻ പോയത് നമ്മൾ എൻ്റെ കുടുംബശ്രീന്നോ ഇങ്ങോട്ട് വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് ഞാൻ മാക്സിമം ഞാൻ ക്ഷമിച്ചുകൊണ്ടാണ് പറയുന്നത്. കഴിച്ച് എനിക്ക് താല്പര്യമില്ല. ഒരു മിനിറ്റ്, എന്റെ ഫുൾ ലൈവ് കാണുവാണ്. അപ്പൊ ആരാണ്? അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഇപ്പോഴും ത്വര ആർക്കാ? എനിക്കല്ല ബ്രോ, എനിക്കല്ലത്. ഇപ്പോഴും കണ്ടോണ്ടിരിക്കുവാണോ? ഇപ്പോഴും കാണുവാണോ? പിന്നെ എന്നെക്കുറിച്ച് എൻ്റെ ഇതും വെച്ചിട്ട് അവിടെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ കാണാണ്ടിരിക്കാൻ ഞാൻ എന്താ മൊണ്ണയാണോ? എന്നാ പിന്നെ അത് ഇടരുത്. എന്നാ പിന്നെ ഓക്കെ, എന്നാ പിന്നെ ഇങ്ങനെ ഒരു വിഷയം വരരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പറയരുത്. മനസ്സിലായോ? ഇതെല്ലാം വന്നിട്ട് നമ്മളെ കുറിച്ച് അവരാധിച്ചിട്ട് അത് നമ്മൾ കാണാൻ പോയതിന് നമുക്ക് കുറ്റോ? നമുക്ക് കുടുംബശ്രീയോ? ഇതൊന്ന് ചിന്തിച്ചാൽ പോരെ. ഇത് സിമ്പിൾ ലോജിക്കല്ലേ ഇത്? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. എനിക്ക് അങ്ങനെ ഒരു അതുകൊണ്ടെങ്കിൽ ശരിക്കുള്ള കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറ. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബ്രോന്റെ കാര്യം പറയുമ്പോൾ ബ്രോന്റെ കാര്യങ്ങളും മാത്രം പറയാം. അല്ലാതെ MRCയിൽ എന്തൊക്കെ പ്രശ്നം, ലീഡറും തമ്മിൽ എന്തൊക്കെ പ്രശ്നം നടക്കുന്നു, ഇതിന്റെ ഗോഡ് ഫാദർ ആയ തൊപ്പി ഇത് എന്തിന് നൂഡിൽസ് വാരിയിട്ടു, എന്തിന് പണ്ട് അപരാധങ്ങൾ ചെയ്തു, എന്തിന് ഇത്ര വാച്ചിങ് കയറ്റി, 52K വാച്ചിങ് എന്തിന് കയറ്റി, ഇതിലെല്ലാം ബ്രോക്ക് പറയാനുണ്ടെങ്കിൽ നമുക്കും ഇതിൽ പറയാനുണ്ടാവില്ല. കാരണം നമ്മളെ സാമാനം എടുത്തുകൊണ്ട് പോയിട്ട് ഒരാൾ അപ്പുറത്ത് വെക്കുമ്പോൾ നമ്മളത് നോക്കണ്ടേ? നമ്മളത് നോക്കാണ്ടിരിക്കുകയാണോ വേണ്ടേ? ഇന്നേവരെ നമ്മളങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇങ്ങോട്ട് വന്ന് അപരാധിച്ചിട്ട് നമ്മളത് നോക്കാൻ പോയിട്ട് അത് എന്താ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് കൺവേർട്ടിങ് ആയിട്ടോ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ MRCയില് രണ്ടുപേര്, ഞാൻ ഈ പറഞ്ഞ രണ്ടുപേര് പറയണം ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാണെന്ന്. ഇതൊന്നും ഞാൻ ബാക്ക് എൻഡിൽ ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാണ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്ത് ഇത്രത്തോളം ഞാൻ ഈ പറയണത് പോലെ ഞാൻ അത്രയും കമ്മിറ്റ്മെന്റ് ആയോടുകൂടി നിന്നിട്ടുള്ള ഒരാളെ എനിക്ക് പറഞ്ഞു ഓഡിയൻസിന്റെ സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും എനിക്ക് നിങ്ങളുമായിട്ട് RP ചെയ്യാൻ പോലും ഉള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവാത്തിടത്താണ് ഞാൻ ഈ സാധനത്തിൽ നിന്ന് ബാക്ക് ഓഫ് ആവുന്നത്. കഴിഞ്ഞ ദിവസം വന്ന് ട്രിഗറായി ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ അന്നേരം എനിക്ക് ട്രിഗർ ആയപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. കുറെ പേര് വന്നിട്ട് ഞാൻ വെള്ളം അടിച്ചിട്ടാണ് ലൈവ് വന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. ചേട്ടാ, ഞാൻ മറ്റേ മാന്യൊന്നും അല്ല, ഞാൻ വെള്ളം അടിക്കാറുണ്ട്. അത് ഗവൺമെന്റിന്റെ ബിവറേജിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ രണ്ടിടത്ത് വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ വെള്ളം അടിച്ചിട്ട് ഞാൻ ഇരുന്ന് ലൈവ് ഇട്ടിട്ടില്ല. നിങ്ങൾ ആ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിൽ ജോയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ തലേന്ന് ഞങ്ങൾ ഓൾറെഡി ബാംഗ്ലൂർ എനിക്ക് ഷോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഇതായ ഹാങ് ഓവറിലൊക്കെ എണ്ണീറ്റ് അടുപ്പിച്ച് എനിക്ക് വെള്ളം അടിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് നല്ല ഹാങ് ഓവറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പോലും വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് അന്ന് ലൈവ് ഇടാന്നുള്ളൊരു തീരുമാനം വരെ വരുത്തിയത്. ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിനകത്ത് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും വെള്ളം അടിച്ചിട്ട് എനിക്ക് അതൊന്നും എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും പിന്നെ ഞാൻ വെള്ളം അടിക്കോ ഇല്ലയോ എന്നൊന്നും നിന്നെ തെളിയിക്കേണ്ട കാര്യവും എനിക്കില്ല. അത് വേറെ കാര്യം.